TSC പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 26/4/2026 നടന്ന CSEB ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേഷൻ ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. PYQs വേറെ തന്നെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, APCOS in Kerala falls under the category of options 2 tier, unitary type, mixed type, 3 tier. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, 3 tier. ആപ്കോസ് അല്ലെങ്കിൽ ഡയറി കോപ്പറേറ്റീവ്സ് കേരളത്തിൽ 3 tier സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. ആപ്കോസ് പ്രൈമറി ലെവലിലും RCMBUs റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ മിഡിൽ ലെവലിലും KCMMF അഥവാ മിൽമ അപ്പെക്സ് ലെവലുമാണ്. അപ്പം കേരളത്തിൽ ഡയറി കോപ്പറേറ്റീവ്സ് അല്ലെങ്കിൽ ആപ്കോസ് 3 tier വർക്ക് ചെയ്യുന്നത്. ആപ്കോസ് ഇൻ കേരള ഫാൾസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് 3 tier. ആപ്കോസിൻ്റെ പൂർണ്ണരൂപം ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത ചോദ്യം ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്. ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നു ഡാൽമെ കമ്മിറ്റി, ഗോർവാല കമ്മിറ്റി, മിർദ കമ്മിറ്റി, VL മേത്ത കമ്മിറ്റി. റൈറ്റ് സൈഡിൽ വർഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ കമ്മിറ്റിയും വന്ന വർഷമാണ് മാച്ച് ചെയ്യേണ്ടത്. 1965, 1960, 1958, 1954. ഇതിൽ നമുക്ക് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഗോർവാല കമ്മിറ്റിയുടെ വർഷമാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിനെയാണ് ഗോർവാല കമ്മിറ്റി എന്ന് പറയുന്നത്. RBI 1951 അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയാണ്. 1954 ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ രണ്ടാമത്തേത് ഡി ആണ് വരുന്നത്, ഗോർവാല കമ്മിറ്റി 1954. അതുപോലെ മിർദ കമ്മിറ്റി 1965 ഇന്ത്യ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തതാണ്. റാം നിവാസ് മിർദ ഹെഡാക്കിക്കൊണ്ട് മിർദ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു 1965. അപ്പോൾ മൂന്നാമത്തത് വരുന്നത് എ ആണ്. VL മേത്ത കമ്മിറ്റി നമുക്കറിയാം 1959 അപ്പോയിൻറ്റ് ചെയ്തു. 1960 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. VL മേത്ത കമ്മിറ്റി നാലാമത്തെ വരുന്നത് ബി ആണ്, 1960. ഡാൽമെ കമ്മിറ്റി 1958, 1 സി ആണ് വരിക. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 സി, 2 ഡി, 3 എ, 4 ബി. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ഈസ് എയിംഡ് അറ്റ് ഓപ്ഷൻസ് ഇൻക്രീസിംഗ് സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ, മെർജിംഗ് ഓൾ സൊസൈറ്റീസ് ഇൻറ്റു വൺ, എലിമിനേറ്റിംഗ് കോമ്പറ്റീഷൻ, സ്ട്രെങ്തനിങ് ദ മൂവ്മെൻറ്റ് ലോക്കലി ആൻഡ് ഇൻ്റർനാഷണലി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്ട്രെങ്തനിങ് ദ മൂവ്മെൻറ്റ് ലോക്കലി ആൻഡ് ഇൻ്റർനാഷണലി. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് കാർവേ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കാർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം 1966 ICA കൂട്ടിച്ചേർത്ത ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് കാർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ICA ആഡ് ചെയ്തത്. ഇത് കാർവേസ് പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നു. കാർവേസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഗ്രോത്ത് പ്രിൻസിപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ റീഫോർമുലേഷന് വേണ്ടിയിട്ട് കാർവേ കമ്മിറ്റീനെ ICA അപ്പോയിൻറ്റ് ചെയ്ത വർഷം, അതുപോലെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1964 കാർവേസ് കമ്മിറ്റീനെ ICA അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1966. അപ്പോൾ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ഈസ് എയിംഡ് അറ്റ് സ്ട്രെങ്തനിങ് ദ മൂവ്മെൻറ്റ് ലോക്കലി ആൻഡ് ഇൻ്റർനാഷണലി. അടുത്ത ചോദ്യം, അസിസ്റ്റൻസ് അണ്ടർ കേരള റിസ്ക് ഫണ്ട് സ്കീം ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഓപ്ഷൻസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ലോൺസ്, ഗോൾഡ് ലോൺസ്, നോൺ അഗ്രികൾച്ചറൽ ലോൺസ്, ലോൺസ് അണ്ടർ SHG സ്കീം. ഓപ്ഷൻ കാണുമ്പോൾ സംശയം വരും. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഗോൾഡ് ലോൺസിനും സ്വർണ്ണപ്പണയ വായ്പകൾക്കും FDR വായ്പകൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ് വായ്പകൾക്കും ഒഴികെയുള്ള വായ്പകൾക്കാണ് റിസ്ക് ഫണ്ട് സ്കീം പ്രകാരം ധനസഹായം കിട്ടുന്നത്. ഈ റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറയുന്നത് സഹകരണ കടാശ്വാസ പദ്ധതിയാണ്. അതായത് സഹകരണ സംഘങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിൽ നിന്ന്
വായ്പ എടുക്കുന്ന അംഗങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന കടാശ്വാസ പദ്ധതിയാണ് റിസ്ക് ഫണ്ട് സ്കീം. വായ്പ തുകയുടെ 0.70% ആണ് റിസ്ക് ഫണ്ട് പ്രീമിയമായിട്ട് വായ്പക്കാരൻ കൊടുക്കേണ്ടത്. വായ്പ തുകയുടെ 0.70% റിസ്ക് ഫണ്ട് പ്രീമിയമായിട്ട് വായ്പക്കാരിൽ നിന്നും സംഘം കളക്ട് ചെയ്യും. അങ്ങനെ വായ്പ എടുത്തയാൾ വായ്പ കാലയളവിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ വായ്പ തിരിച്ചടക്കാനാവാത്ത വിധം എന്തെങ്കിലും രോഗബാധിതനാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലാണ് ഈ റിസ്ക് ഫണ്ട് സ്കീം പ്രകാരമുള്ള ധനസഹായം കൊടുക്കുന്നത്. മരണാനന്തര സഹായം എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. ഇനി ചികിത്സാ സഹായമാണെങ്കിൽ അത് 1,25,000 രൂപയാണ്. ഇനി ഒന്നിൽ കൂടുതൽ ലോണുകൾ ഉണ്ടെങ്കിൽ മാക്സിമം കൊടുക്കാവുന്ന തുക എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരം 6 ലക്ഷം രൂപയാണ്. റിസ്ക് ഫണ്ട് സ്കീമിനെ കുറിച്ച് പറയുന്നത് KCS ആക്ടിൻ്റെ സെക്ഷൻ 57D 2008 ഏപ്രിൽ 1 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നടപ്പിലാക്കുന്നത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡാണ്. അപ്പോൾ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്ന അംഗങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന കടാശ്വാസ പദ്ധതിയാണ്. സ്വർണ്ണ പണയ വായ്പകൾക്കും FDR വായ്പകൾക്കും റിസ്ക് ഫണ്ട് സ്കീം പ്രകാരം ധനസഹായം ലഭിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് നോട്ട് ആപ്ലിക്കബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗോൾഡ് ലോൺസ്. അടുത്ത ചോദ്യം, പർച്ചേസ് ബോണസ് ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻസ് ആപ്കോസ്, മാർക്കറ്റിംഗ് സൊസൈറ്റി, കൺസ്യൂമർ സൊസൈറ്റി, ഹാൻഡ്ലൂം സൊസൈറ്റി. പർച്ചേസ് ബോണസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്, കൺസ്യൂമർ സൊസൈറ്റി. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. പർച്ചേസ് ബോണസ് കൺസ്യൂമർ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ പ്രൊഡക്ഷൻ ബോണസ് ഡയറി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ടേമാണ്. പ്രൊഡക്ഷൻ ബോണസ് ഡയറി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ചോദ്യം പർച്ചേസ് ബോണസ് ആണ്, അത് കൺസ്യൂമർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ടേമാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ടേമുകൾ പഠിച്ചിട്ടുണ്ട്. പർച്ചേസ് ബോണസ്, പാട്രണേജ് ഡിവിഡൻഡ്, വിൻഡോ ഡ്രസ്സിങ്, ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം, വാല്യൂ കൺട്രോൾഡ് സിസ്റ്റം, ആക്റ്റീവ് പ്രൈസ് പോളിസി, ഇതെല്ലാം കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ടേമുകളാണ്. അടുത്ത ചോദ്യം, ദ സ്റ്റേറ്റ് ഷാൾ എൻഡീവർ ടു പ്രൊമോട്ട് വോളണ്ടറി ഫോർമേഷൻ, ഓട്ടോണമസ് ഫങ്ഷനിങ്, democratic control and professional management of cooperative societies as per Article Part of the Constitution of India. The state shall endeavour to promote voluntary formation, autonomous functioning, democratic control and professional management of cooperative societies as per Article Part of the Constitution of India. Options 243ZH 9B, 32A 3, 243ZM 9B, 43B 4. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 43B ഭാഗം 4. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഓട്ടോണമസ് ഫങ്ഷനിങ്, വോളണ്ടറി ഫോർമേഷൻ, ഡെമോക്രാറ്റിക് കൺട്രോൾ, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 43B ഭാഗം 4 2011 97ാമത്തെ അമെൻമെൻറ്റിൽ കൂട്ടിച്ചേർത്ത കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 43B. അത് ഭാഗം 4 വരുന്നത്. 43B പറയുന്നു പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കൂടാതെ പാർട്ട് 10B 243ZH മുതൽ 243ZR വരെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം 2011 97ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം കൂട്ടിച്ചേർത്ത കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 43B ആണ് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പിന്നെ 19(1)C കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അതും കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. 10B ഭാഗം 10B ആർട്ടിക്കിൾ 243ZH മുതൽ 243ZR വരെയും കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. Under double compartmental system, the retail stock is under the custody of. Under double compartmental system, the retail stock is under the custody of options secretary, salesman, president,
നൺ ഓഫ് ദീസ്. ഡബിൾ കമ്പാർട്ട്മെൻ്റൽ സിസ്റ്റത്തിൽ റീറ്റെയിൽ സ്റ്റോക്ക് കൈവശം വെക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സെയിൽസ്മാൻ. ഡബിൾ കമ്പാർട്ട്മെൻ്റൽ സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞു, കൺസ്യൂമർ സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡബിൾ കമ്പാർട്ട്മെൻ്റൽ സിസ്റ്റം അറിയപ്പെടുന്നത് വേറൊരു പേരാണ് വാല്യൂ കൺട്രോൾഡ് സിസ്റ്റം. ഇത് ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് കേരളത്തിൽ കൺസ്യൂമർ സൊസൈറ്റീസ് 3 ടയർ സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൈമറി ലെവലിൽ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റീസ്, മിഡിൽ ലെവലിൽ ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോർ, അപ്പെക്സ് ലെവലിൽ കൺസ്യൂമർ ഫെഡ്. ഇതിൽ ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോറുമായി ബന്ധപ്പെട്ടതാണ് ഡബിൾ കമ്പാർട്ട്മെൻ്റൽ സിസ്റ്റം. ഡബിൾ കമ്പാർട്ട്മെൻ്റൽ സിസ്റ്റത്തിൻ്റെ വേറൊരു പേരാണ് വാല്യൂ കൺട്രോൾഡ് സിസ്റ്റം. ഡബിൾ കമ്പാർട്ട്മെൻ്റൽ സിസ്റ്റത്തിൽ റീറ്റെയിൽ സ്റ്റോക്ക് ആരുടെ കസ്റ്റഡിയിലാണ് ചോദിച്ചാൽ ഉത്തരം സെയിൽസ്മാനാണ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഡാഷ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എമംഗ് അതേഴ്സ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഡാഷ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എമംഗ് അതേഴ്സ്. ഓപ്ഷൻസ് ലേബർ കോൺട്രാക്റ്റ്, മാർക്കറ്റിംഗ്, ക്രെഡിറ്റ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവ് വിലയ്ക്ക് ഇവർ പർച്ചേസ് ചെയ്യും. ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. മാർക്കറ്റിംഗ് സൊസൈറ്റികൾ അവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ടിലേക്ക് നീക്കി വെക്കുന്നത്. അപ്പോൾ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ടൈപ്പ് സൊസൈറ്റീസ് ആണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അടുത്ത ചോദ്യം, ഹു ആർ ദ എ ക്ലാസ് മെമ്പേഴ്സ് ഓഫ് കേരള ബാങ്ക്സ്? Who are the A-class members of Kerala Bank? Options PACS, Urban Cooperative Banks, All Credit Societies, PACS and Urban Cooperative Banks. കേരള ബാങ്കിൻ്റെ A-class members ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പാക്സ് ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. പാക്സ് മീൻസ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സുമാണ് കേരള ബാങ്കിൻ്റെ എ ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ജേണൽ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് ബാങ്കിങ് ഈസ് എ പബ്ലിക്കേഷൻ ഓഫ് ജേണൽ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് ബാങ്കിങ് ഈസ് എ പബ്ലിക്കേഷൻ ഓഫ് ഓപ്ഷൻസ് കോബി, നാപ്സ്കോബ്, നബാർഡ്, NCUI. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നാപ്സ്കോബ്. നാപ്സ്കോബിൻ്റെ പബ്ലിക്കേഷനാണ് ജേണൽ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് ബാങ്കിങ് എന്നത്. നാപ്സ്കോബ് മീൻസ് നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഫെഡറേഷനാണ് നാപ്സ്കോബ്. നാപ്സ്കോബ് നിലവിൽ വന്നത് 1964 മെയ് 19 ആസ്ഥാനം മുംബൈ. നാപ്സ്കോബിൻ്റെ മറ്റൊരു പബ്ലിക്കേഷനാണ് നാപ്സ്കോബ് ബുള്ളറ്റിൻ. അപ്പോൾ നാപ്സ്കോബ് മീൻസ് നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, നിലവിൽ വന്നത് 1964 മെയ് 19 ആസ്ഥാനം മുംബൈ. വിച്ച് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള? വിച്ച് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള? ഓപ്ഷൻസ് മാർക്കറ്റ് ഫെഡ്, റബ്ബർ മാർക്ക്, റബ്കോ, നാഫെഡ്. കേരളത്തിലെ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ അപ്പെക്സ് ഫെഡറേഷൻ ഏതാണ്? അതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, മാർക്കറ്റ് ഫെഡ്. മാർക്കറ്റ് ഫെഡ് മീൻസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. 1960 മാർച്ച് 25 എസ്റ്റാബ്ലിഷ് ചെയ്തു. ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളമാണ്. മാർക്കറ്റ് ഫെഡ് ഈസ് ദി അപ്പെക്സ് സൊസൈറ്റി ഓഫ് ഓൾ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. റബ്ബർ മാർക്ക് മീൻസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനാണ്. റബ്കോ റബ്ബർ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ്. നാഫെഡ് മീൻസ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ്. മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ നാഷണൽ ലെവൽ ഫെഡറേഷനാണ് നാഫെഡ് എന്ന് പറയുന്നത്. നാഫെഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. 1958 ഒക്ടോബർ 2 നാഫെഡ് ഫോം ചെയ്തത്. നാഫെഡാണ് നാഷണൽ ലെവലിലുള്ള
അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കേരളത്തിലെ ചോദിക്കുമ്പോൾ മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കറ്റ് ഫെഡ്. ഫോളോയിങ് ആർ 3 statements related to Scottish Cooperative Wholesale Society. Read carefully and select the correct statement. First one, any employee above the age of 21 years cannot be enrolled as a member. Second, bonus is also paid to the employees on wages in the same way as profits are distributed to the members on purchases. Third one, the employees willing to become members have to purchase 5 shares and at least 1 shilling per share has to be paid at the time of admission. സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയെക്കുറിച്ചുള്ള 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരി എന്നാണ് പറയേണ്ടത്. ഇത് ഫോറിൻ കോർപ്പറേഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ആർ കറക്റ്റ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റുകളും സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളവയാണ്. From among the following, select the correct provisions of the Act of 1904. From among the following, select the correct provisions of the Act of 1904. 1904 ആക്ടിൻ്റെ പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് പറയേണ്ടത്. ഫസ്റ്റ് വൺ, 4/5 of the members of rural societies were to be agriculturist. Second, no dividends would be paid to members of urban societies until 1/3 of the profits in a year had been deposited into the reserve fund. 3. The rural societies were to be organized on the basis of limited liability. ഈ 3 ഏതൊക്കെയാണ് ശരി അതാണ് പറയേണ്ടത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓൺലി 1 and 3 ആർ കറക്റ്റ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 1904 ആക്ട് എന്നത് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷനാണ്. 1904 മാർച്ച് 25-നാണ് 1904 ആക്ട് പാസ്സായത്. 29 സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, റൂൾസ് ഉണ്ടായിരുന്നില്ല. 1896 ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് 1904 ആക്ട് വന്നത്. ഈ ഒരു ആക്ട് അനുസരിച്ച് 10 ആൾക്കാർ മതിയായിരുന്നു ഒരു സൊസൈറ്റി ഫോം ചെയ്യാൻ. സൊസൈറ്റികളെ അർബൻ ആൻഡ് റൂറൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരുന്നു. റൂറൽ സൊസൈറ്റികളുടെ 80% മെമ്പേഴ്സ് അഗ്രികൾച്ചറിസ്റ്റും അർബൻ സൊസൈറ്റികളുടെ 80% മെമ്പേഴ്സ് നോൺ അഗ്രികൾച്ചറിസ്റ്റും ആയിരുന്നു. അപ്പോൾ 1904 ആക്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. 1904 ആക്ട് നമ്പർ 10 ആണ്. പാസ്സായത് 1904 മാർച്ച് 25-നാണ്. The committee which drafted the first Cooperative Societies Act in India was headed by the committee which drafted the first Cooperative Societies Act in India was headed by options Sir Frederick Nicholson, Dupper Nix, Edward Law, D.G. Carvey. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് നിയോഗിച്ച കമ്മിറ്റിയുടെ ഹെഡ് തലവൻ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, എഡ്വേർഡ് ലോ. ഇപ്പോൾ പറഞ്ഞു ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 ആക്റ്റാണ്. ഈ ആക്ട് നിലവിൽ വരുന്നതിന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി 1901 എഡ്വേർഡ് ലോ കമ്മിറ്റിയാണ്. 1901 എഡ്വേർഡ് ലോയെ ചെയർമാൻ ആക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. സർ ഫ്രെഡറിക് നിക്കോൾസനും ഡൂപ്പർ നിക്സും ആയിരുന്നു മറ്റ് മെമ്പേഴ്സ് ഓഫ് എഡ്വേർഡ് ലോ കമ്മിറ്റി. എഡ്വേർഡ് ലോ, ഡൂപ്പർ നിക്സ്, ഫ്രെഡറിക് നിക്കോൾസൺ. അടുത്ത ചോദ്യം, സിമാസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ് ICA, NCUI, WHO, SCU. സിമാസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, ICA. സിമാസ് മീൻസ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് അഡ്വൈസറി സർവീസ് ആണ്. ഇത് ICA പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. സിമാസിൻ്റെ എക്സ്പാൻഷനും ചോദിച്ചിട്ടുള്ളതാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് അഡ്വൈസറി സർവീസ്. ICA മീൻസ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. അപ്പോൾ 26/4/2026 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേഷൻ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.